നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മാങ്ങ ചെത്താണ്. അപ്പോൾ നമുക്ക് മാങ്ങ ചെത്താം. ഓക്കെ ഓക്കെ നമുക്ക് മാങ്ങനെ പറ്റി ഒരു പാട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പച്ചമാങ്ങ പച്ചമാങ്ങ അവിടെയൊക്കെ തമാശയാണ്. തമാശ എന്ത് തമാശ ഊന്തറാകുമ്പോൾ അവിടെ അന്തറമാനെ അയ്യോ ഇതെന്താ മുറിയാത്ത മൂർച്ചുള്ള കത്തിയെടുത്തല്ല. എന്നാ നമുക്ക് വേറെ കത്തി എടുക്കാം. സോറി വേറെ കത്തിരിക എടുക്കാം. അപ്പൊ എന്നാ വേറെ കത്തിരിക എടുത്തോ. അല്ല സോറി വേറെ കത്തിരിക എടുത്തോ. അല്ല വേറെ കത്തി എടുത്തോ. എന്റെ പവർ കാണിച്ചോട്ടെ. അയ്യോ മാങ്ങാണ്ടിരിക്കണ്ടാവുന്നേ. അല്ലാടോ അതറിയില്ല. അടിച്ച് നമ്മള് അടിച്ചു കയറ്റുമല്ലോടാ. സൈഡിങ്ങൊന്നും കൂടി അങ്ങോട്ട് ശരിയാണല്ലോ. ആ സൈഡ് അത്ര ബുദ്ധി എനിക്കുണ്ടാവുന്നില്ല. ആദ്യം നമ്മൾ പറഞ്ഞാട്ടെ ഇതിനെക്കാളും ബുദ്ധി എനിക്കുണ്ട്. പോടാ മാങ്ങാതി പച്ചമാങ്ങ പച്ചമാങ്ങ. ആ പാട്ടൊക്കെ അറിയാലോ. അന്ന് അടുത്ത വീഡിയോയിൽ പാട്ട് പറഞ്ഞോട്ടാ. സ്റ്റാർട്ട് പാട്ട് പറഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പാടുമല്ലോ. എൻ്റെ പൊന്നെ ഇക്കാക്ക പാടിക്കോ. അപ്പം നമുക്ക് നേരെ വേറൊരു കത്തിരിക്ക എടുക്കാം. എന്നാ വേണ്ട വിചാരിച്ച് കൈ കൊണ്ട് തന്നെ ഈ ചെറുക്കൻ ബലം കൊണ്ട് കുറച്ച് ഞാൻ ചമ്മിപ്പിക്കാൻ വിചാരിച്ച് ഈ ചെറുക്കനെ ചമ്മിപ്പിച്ചിട്ട് വേറെ കത്തിരിക്കാൻ വിചാരിച്ചപ്പോൾ അതിനെ സമ്മതിക്കാം. അതിനെ സമ്മതിക്കൂല. സമ്മതിക്കും അറിയാം. നമുക്ക് ചെയ്യാറ് പുളിമാങ്ങ എടുക്കാണ്. നമുക്ക് ലാസ്റ്റ് ഉപ്പിലും മുളകിലും ഇട്ടിട്ട് ഇത്ര മതി ഗൈസ്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അല്ലേ. ഇത്രയാ ഈ 4 മാങ്ങക്ക് വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ടത്. എന്നാൽ പിന്നെ വേണ്ട അങ്ങോട്ട് ഇച്ചിരി എടുക്കാം. ശരിക്കണണ്ട ഇതൊക്കെ ഇനി വീണ്ടും ചെറിയ ചെറിയ കുരുകുരാക്കി ചെയ്തിട്ട് വേണം. മതി ഇത്രയുണ്ട് ബാക്കി. എന്ത് മാങ്ങ. ഇനി നമുക്ക് ഇതിൽ ഉപ്പും മുളക് വെള്ളം കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാലും അതിൻ്റെ വീഡിയോ പാർട്ട് 2 ഇടാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഇത് ചിലപ്പോൾ ഇടേണ്ടി വരും. അപ്പം നിങ്ങൾ പാത്രം എടുത്തിട്ട് പാത്രമല്ലേ നമുക്ക് എടുത്തിട്ടാണ്. അന്ന് എടുത്തിട്ട് ഇയാൾ വെറുതെ ഗൈസ് ഞാൻ എടുത്തിട്ട് വരാൻ പറയണേ ചെല്ലി. ഓക്കെ ഓക്കെ ഗൈസ് നമ്മുടെ ഷഫർ കിടക്ക് വന്നേക്കാണ്. ഷഫർ നിൻ്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞു അരിഞ്ഞെടുക്കാം. അരി കുരു അരിഞ്ഞുണ്ട് അങ്ങനെ അരിഞ്ഞരിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരാൾ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയേക്കാണ്. ഇവിടെ വേറെ ഇവിടെ നമ്മൾ മുകളിലേക്ക് ഇത്ര ലേറ്റ് ഉള്ളൂ ഗൈസ്. ആകെ നമുക്ക് ഇങ്ങടേക്ക് കയറിയ സെറ്റാണ്. അതൊന്നും പേടിക്കണ്ട. നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. കാണാൻ പറ്റൂല. ഈ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഈ ഭാഗം ഇതിൽ കൂടെ അകത്തേക്ക് നല്ല രസമുണ്ട്. ഇങ്ങനെ തന്നെ പിടിച്ചാൽ ഞാൻ കുഞ്ഞു പിള്ളേരൊന്നും ഗൈസ്. അപ്പം നമ്മൾ ഇച്ചിരി അരിഞ്ഞുണ്ട് ഗൈസ്. എൻ്റെ മേത്ത് ഇങ്ങനെ അരിഞ്ഞിട്ട് വീണ്ടും താഴെ പോയിട്ടാകും മുളക്. അത് വയ്ക്കും കൈ വെച്ചാൽ മുറിയും കൈസ്. കാരണം അമ്മ അത് മൂർച്ചൻ്റെ ചേർത്തത്. പിന്നെ നേരത്തെ മൂർച്ചയില്ല. പക്ഷെ ഇപ്പോൾ കറ്റ മൂർച്ചയല്ലേ കൈ മുറിയും ചിലപ്പോൾ. എൻ്റെ കൈ മുറിയാൻ പോയത് ജസ്റ്റ് കൈ മുറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ വീണ്ടും ചെയ്തല്ല കൈ മുറിയാൻ പോയിട്ട്. ഞാനപ്പോൾ പോയി മുളക് പൊടി ഇപ്പം തന്നെ എടുത്തിട്ടില്ല. അപ്പൊ കഴിച്ച് ഇത് കാക്ക ഉപ്പിടാണ്. അപ്പൊ കഴിച്ചാണ് അവൻ കഴിച്ചോക്കി. വേറെ ഇളക്കട്ടെ. സൂപ്പറാണോ? നല്ല ഷൂട്ടല്ലേ. കുറച്ച് എരിവ് അങ്ങോട്ട് തട്ടിക്കളഞ്ഞേക്കാം. ഇനി കഴിക്കാം.
എരിവുണ്ടോ? ഞാൻ എല്ലാ എരിവും കളഞ്ഞിട്ട് അയക്കണേ. ഞാൻ എല്ലാ എരിവും തട്ടിക്കളയോ. എൻ്റെ കയ്യിലേക്ക് അയപ്പോൾ എല്ലാ എരിവും. എനിക്ക് ഒട്ടും എരിവില്ല. ഞാൻ എരിവില്ലാത്ത പീസും ഞാൻ തൂത്തുകൊണ്ട് കളയാം. ഗൈസ്, ഞാൻ കഴിക്കല്ല, വെറുതെ എടുക്കുന്നുള്ളൂ. ഞാൻ വെറുതെ എടുക്കുന്നുള്ളൂ. എനിക്ക് അധികം വേറൊരാൾക്കാണ് ഞാൻ കൊടുക്കണത്. ഞാൻ കഴിക്കണമൊന്നുമില്ല. അല്ലടാ, എന്നാലും അവനെ കഴിച്ചോ. അവന് ഏറ്റവും എരിവ് കൊടുക്കണം. കാരണം കുഞ്ഞതല്ലേ. ഏതായിരുന്നാ അവൻ്റെ അടുത്ത ഞാൻ ഇത് നിന്നാളാ മോനെ. ഞാൻ അവൻ്റെ മോളും കഴിച്ചോളാം അല്ലേ. ഞാനൊരു പീസ് കഴിച്ചോട്ടെ. ഞാൻ ഒരു പീസ് ആദ്യം കഴിക്കാൻ പോണേ. ഇഷ്ടപ്പെട്ടോടാ? കൈക്കപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആഘോഷം കഴിച്ചപ്പോൾ തന്നെ മതി. എരിവൊന്നുമില്ല. പക്ഷേ ഞാൻ അവന് ഓരോരു വേണമെന്ന് കൊടുത്തേട്ടെ. ലാസ്റ്റാട്ടോ മോനെ. ഞാൻ ഓരോടി കഴിച്ചോട്ടെ. എൻ്റെ രണ്ടാമത്തെയാണ്. നല്ല ഞാൻ എല്ലാം കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഒന്നും പറയാനില്ല. ലൈക്കൊന്നും അടിക്കുക. എനിക്കൊരു തോന്നില്ലടാ. എടാ, എൻ്റെ മുഖം നോക്കിയേ. കുഴപ്പമുണ്ടോ? ഞാൻ എരിവൊക്കെ കളഞ്ഞിട്ടാ. ഈ ചെറുക്കനെ ഫുഡ് എന്ന് അവനോട് കൊടുത്തേക്കാം. ഞാൻ അവരെ രണ്ടാഴ്ചോട്ടുള്ളൂ. ഇനി എത്ര കഴിച്ചെന്ന് എനിക്കൊരു അറിയില്ല. ഇത് കഴിക്കരുത് കേട്ടോ. അപ്പോൾ കഴിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.